നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശാവർക്കർമാർക്ക് കേന്ദ്ര സർക്കാരിന്റെ വക ബമ്പർ ലോട്ടറി. ഇൻസെന്റീവിൽ ഒറ്റയടിക്ക് വർധന. ആശാവർക്കർമാരുടെ ഇൻസെന്റീവിൽ ഒറ്റയടിക്ക് 1500 രൂപയുടെ വർധനവ് വരുത്തിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിനാണ് ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത്. മാർച്ച് 4-ന് NHM യോഗത്തിൽ ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് കേന്ദ്രം അറിയിച്ചത്. ആശാവർക്കർമാരുടെ വിരമിക്കൽ ആനുകൂല്യം 20,000-ൽ നിന്ന് 50,000 ആക്കിയെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായ മഴ. പീച്ചി ഡാം ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. 4 ഷട്ടറുകളും നിലവിൽ 8 ഇഞ്ച് തുറന്നിട്ടുണ്ട്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്തും. ഞായറാഴ്ച രാവിലെ 8 മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടി ഉയർത്തും. ഇതുമൂലം മണലി, കരുവന്നൂർ പുഴകൾ ജലനിരപ്പ് നിലവിലേതിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. വീടിന് മുകളിൽ മരം വീണു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥന് ദാരുണാന്ത്യം. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കൂത്തുപറമ്പ് കോളയാട് തെറ്റുമൽ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. 78 വയസ്സായിരുന്നു. രാത്രിയുണ്ടായ കനത്ത കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം വീണാണ് അപകടമുണ്ടായത്. അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ഇന്ധനം നിറച്ചിരുന്ന ടാങ്കറിൽ കണ്ടെയ്നർ ഇടിച്ച അപകടം. വൻ ദുരന്തം ഒഴിവായത് തലനാഴിഴയ്ക്ക്. പൊന്നാനി ചമ്രവട്ടത്താണ് സംഭവം. ഇന്ധനം നിറച്ചിരുന്ന ടാങ്കറിലാണ് കണ്ടെയ്നർ ഇടിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കർ വേർപെട്ടു. തുടർന്ന് ടാങ്കറിൽ നിന്ന് ഇന്ധനം ചോർന്ന് റോഡിലൊഴുകി. പൊന്നാനി ഫയർഫോഴ്സ് എത്തി അപകട സാഹചര്യം ഒഴിവാക്കി. സംയോജിതമായ ഇടപെടൽ ഒഴിവായത് വൻ ദുരന്തമാണെന്ന് അധികൃതർ അറിയിച്ചു. മിഥുന്റെ മരണം. തേവലക്കര സ്കൂൾ ഭരണം സർക്കാർ ഏറ്റെടുത്തു. മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. കൊല്ലത്ത് സ്കൂളിൽ വെച്ച വൈദ്യുതാഘാതമേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ നടപടിയുമായി സർക്കാർ. തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് ഭരണം പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു. 1958 കേരള വിദ്യാഭ്യാസ നിയമപ്രകാരമാണ് സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നത്. ഗുരുതര വീഴ്ച തേവലക്കര സ്കൂൾ വരുത്തി. മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചുമതല നൽകിയെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതടക്കം സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. മിഥുന്റെ ഷോക്കേറ്റുള്ള മരണം ഭാവിയിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിച്ചു വരുന്നുവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പ് തല പരിശോധനകളും നടക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് പ്രത്യേകമായ സമഗ്ര അന്വേഷണം. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. കണ്ണൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് പ്രത്യേക അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്. മഴയിൽ വിറച്ച സംസ്ഥാനം. 3 ജില്ലകളിൽ റെഡ് അലർട്ട്, 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. ഭർത്താവ് മദ്യപാനി. മാറാട് യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗോതീശ്വരം സ്വദേശി ഷിംനിയാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുടുംബ വഴക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭർത്താവ് പ്രശാന്ത് മദ്യപാനിയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. മദ്യപിച്ചെത്തുന്ന ഭർത്താവ് പ്രശാന്ത് ഷിംനിയെ മർദ്ദിക്കുമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഷിംനിയുടെ ശരീരത്തിൽ പാടുകളുണ്ടെന്നും പ്രശാന്തിനെതിരെ പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. വിവാഹ വാഗ്ദാനം നൽകി 15-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ബ്ലോഗർ അറസ്റ്റിൽ. കാസർഗോഡ് കൊടിയമ്മ ചേപ്പിനടുക്കം വീട്ടിൽ മുഹമ്മദ് സാലിയാണ് വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ച് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാലൂക്കിംഗ് മീഡിയ, ഷാലൂക്കിംഗ് ബ്ലോഗ്സ്, ഷാലൂക്കിംഗ് ഫാമിലി തുടങ്ങിയ പേരിൽ കഴിഞ്ഞ 7 വർഷത്തോളമായി ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വരികയായിരുന്നു. 2016-ൽ ഇയാൾ ആദ്യ വിവാഹം കഴിച്ചിരുന്നു. ഇതിൽ ഇയാൾക്ക് 3 മക്കളുണ്ട്. ആദ്യ ഭാര്യയുമായി പിണങ്ങിയ സമയത്താണ് 15-കാരിയെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയായിരുന്നു പരിചയം. പിന്നീട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു.
സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതി വിദേശത്തേക്ക് കടന്നു. പിന്നാലെ കൊയിലാണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. വിദേശത്തു നിന്നും മംഗലാപുരം വിമാനത്താവളം വഴി എത്തിയപ്പോഴായിരുന്നു പോലീസ് പിടികൂടിയത്. പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവി രാജിവെച്ചു. വിവാദ ഫോൺ സംഭാഷണത്തിലാണ് രാജി. രവിയുടെ രാജി നേതൃത്വം ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഇടത് സർക്കാർ 3ാം തവണയും അധികാരം പിടിക്കുമെന്നായിരുന്നു ഫോൺ സംഭാഷണം. കോൺഗ്രസ് എടുക്കാച്ചിറക്കാകുമെന്നും ഫോൺ സംഭാഷണത്തിൽ രവി പറഞ്ഞിരുന്നു. രവിയുമായി ഫോണിൽ സംസാരിച്ച ജലീലിനെയും പുറത്താക്കി. AICC നിർദ്ദേശപ്രകാരമാണ് KPCC രവിയോട് രാജി ആവശ്യപ്പെട്ടത്.